തളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ജീവിത കർമ്മങ്ങൾ ഭാരതീയ ചിന്തകളിൽ 4 തരത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ നോമ്പുകാലത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന വിധമുള്ള 4 കർമ്മങ്ങളാണത്. ഒന്നാമത്തേത് നിത്യകർമ്മം എന്നാണ് ഭാരതീയ ആചാരപ്രകാരം പറയുക. ആ നിത്യകർമ്മം എന്ന് വെച്ചാൽ നിത്യവും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. ഒരു ഉദാഹരണം, നിത്യവും നമ്മൾ ആഹാരം കഴിക്കുന്നവരാണ്. അപ്പോൾ അതൊരു കർമ്മമാണ്. ആ നിത്യ കർമ്മങ്ങളിൽപ്പെടുന്നതാണ് നമ്മുടെ ആഹാര നീഹാരാദികളൊക്കെയും. വിശന്ന് കഴിയുമ്പോൾ നമ്മൾ ഭക്ഷണം വയ്ക്കും. അമ്മ ഇല്ലെങ്കിലും കുക്കില്ലെങ്കിലും വിശന്ന് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ എന്തെങ്കിലും നമ്മളെടുത്ത് കഴിക്കും. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരമ്മ പറഞ്ഞു, ഞങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല വെച്ചാൽ അവരതെങ്ങനെയെങ്കിലും കഴിക്കും. വിശന്ന് കഴിയുമ്പോൾ നമ്മളൊക്കെ കഴിക്കും. അത് നിത്യ കർമ്മങ്ങളിൽപ്പെടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേത് നൈമിത്തിക കർമ്മമാണ്. നൈമിത്തിക കർമ്മം എന്ന് ചോദിച്ചാൽ ചില അവസരങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണ് നൈമിത്തിക കർമ്മങ്ങൾ. ഒരു പക്ഷേ ബർത്ത്ഡേ എന്നും ഉണ്ടാകുന്നതല്ലല്ലോ, വർഷത്തിലൊരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു കർമ്മമാണ്. അന്ന് ചെയ്യുന്ന കർമ്മങ്ങളെയാണ്, ആ സ്പെഷ്യൽ ടൈമിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെയാണ് നൈമിത്തിക കർമ്മം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. മൂന്നാമത്തേത് കാമ്യകർമ്മമാണ്. കാമ്യകർമ്മമാണെന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് ചെയ്യേണ്ടത്. ചെയ്യേണ്ട കടമയുണ്ട് നമുക്കത്. ഒരു ഉദാഹരണത്തിന്, നവംബർ 2-ാം തീയതി സകല മരിച്ച വിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസം നമ്മൾ പള്ളിയിൽ പോകും. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരിച്ച് ആണ്ട് ഒക്കെ വരുമ്പോൾ നമ്മൾ പള്ളിയിൽ പോകും. അതൊരു കാമ്യകർമ്മമാണ്, ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കണ്ടപ്പോൾ എല്ലാ ദിവസവും മാതാപിതാക്കളെ വിളിക്കും, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതൊരു കാമ്യകർമ്മമാണ്, ചെയ്യേണ്ട ഒരു കർമ്മമാണിത്. ജന്മം നൽകിയ മാതാപിതാക്കളെ ഈ ദൂരദേശത്ത് നിന്ന് എല്ലാ ദിവസവും വിളിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതൊരു കാമ്യകർമ്മത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. നാലാമത്തേത് പ്രതിസിദ്ധ കർമ്മമാണ്. എന്ന് വെച്ചാൽ വിചാരിച്ചതിന് വിപരീതമായി സംഭവിക്കുന്ന ഒരു കർമ്മമാണ്. ഒരു ഉദാഹരണം, ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത്. ആ മാക്ബത്തിൽ ഡങ്കൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ കഥാപാത്രം സമ്പത്തിന് വേണ്ടി കൊല്ലുന്ന ഒരു സീനുണ്ട്. സമ്പത്തിന് വേണ്ടി. പിന്നീട് ആ സംഭവിച്ചത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അറേബ്യയിലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവന്നാലും ഈ രക്തക്കറ പോവില്ലെന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഇത് പ്രതിസിദ്ധ കർമ്മമാണ്. വിചാരിച്ചിട്ട് ഉണ്ടാവില്ല ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വിചാരിക്കാതെ ചെയ്യുന്ന ഒരു കർമ്മമാണ്. ഇന്ന് ഈ കർമ്മങ്ങൾ വളരെ കൂടുതലാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കാലം. കൂടെ നടക്കുന്നവർ നമ്മളെ ഇതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ അത് കൂടുതലാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഗീതാഞ്ജലിയിൽ ടാഗോർ പറയുക, ഫ്രം വേർ ഡെലിവറൻസ് കം. എവിടെ നിന്നാണ് എനിക്ക് മോചനം കിട്ടുന്നത്? കാരണം ഞാൻ ചെയ്യുന്ന എൻ്റെ തെറ്റുകൾക്കും എൻ്റെ കുറ്റങ്ങൾക്കും എവിടെ നിന്നാണ് എനിക്ക് മോചനം കിട്ടുന്നത്? ഞാൻ ചെയ്യേണ്ട പാടില്ലാത്തതാണ്, പക്ഷെ അത് ചെയ്ത് പോകുന്നു. ഈ 4 കർമ്മങ്ങളാണ് ഭാരതീയ ഇത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ 5ാമതൊരു കർമ്മം കൂടി അച്ഛൻ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. അതാണ് വിശുദ്ധ കർമ്മം. ആ ജീവിതത്തിൻ്റെ കർമ്മങ്ങളിൽ 5ാമതൊന്നുകൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് വിശുദ്ധ കർമ്മം. നമ്മൾ ചെയ്യുന്നത് മുഴുവൻ വിശുദ്ധ കർമ്മമായിരിക്കണം. അത് വിശുദ്ധമായിരിക്കണം, നന്മയുള്ളതായിരിക്കണം, നന്നായിരിക്കണം. അതാണ് നമ്മുടെ ഒരു കർമ്മമായി മാറേണ്ടത്.
അപ്പോൾ ഈ കർമ്മങ്ങൾ എല്ലാം അടിസ്ഥാനപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വിശുദ്ധ കർമ്മത്തിലാണ്. എല്ലാം വിശുദ്ധമായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ, കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ.